ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവിൽ ഉള്ളൊരു മനുഷ്യൻ, മഹാനായ പൗലോസ്, ഭാഗം 195. പൗലോസ് ഏകദേശം 7 ദിവസം ത്രോവാസിൽ താമസിച്ചു എങ്കിലും ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ഞായറാഴ്ച വൈകുന്നേരമാണ് കർത്തൃമേശയോട് കൂടിയ ആരാധനാ യോഗം നടന്നതെന്ന് അപ്പോസ്തലപ്രവൃത്തി 20:7 നിന്ന് നാം കാണുന്നു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിലായതുകൊണ്ട് അതേ ദിവസം തന്നെയാണ് ക്രിസ്തീയ വിശ്വാസികൾ പിൽക്കാലങ്ങളിൽ ആരാധനയ്ക്കായി കൂടി വരുവാനും കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് അപ്പം നുറുക്കുവാനുമായി കൂടി വന്നിരുന്നത്. അപ്പോസ്തലന്മാർ ശബത്ത് നാളിൽ യഹൂദന്മാരുടെ സിനഗോഗുകളിൽ പോയി അവിടെ കൂടി വരുന്നവരെ ദൈവജനം പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തു വന്നു. സുവിശേഷം പ്രസംഗിക്കുവാൻ തങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളെല്ലാം തന്നെ അപ്പോസ്തലന്മാർ ബുദ്ധിപൂർവം വിനിയോഗിച്ചു വന്നിരുന്നു. എന്നാൽ ക്രിസ്തു പുനരുത്ഥാനം ചെയ്യുകയും തൻ്റെ ശിഷ്യന്മാർക്ക് ആവർത്തിച്ച് പ്രത്യക്ഷമാകുകയും ചെയ്ത ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ കർത്താവിനെ ആരാധിക്കുന്നതിനും കൂട്ടായ്മ ആചരിക്കുന്നതിനും അനുയോജ്യമായ ദിവസമായി ആദിമ ക്രിസ്തീയ സഭകൾ സ്വമേധയാ തീരുമാനിക്കുകയാണ് ഉണ്ടായത്. ക്രിസ്തുവിൽ വിശ്വസിച്ച് വീണ്ടും ജന്മം പ്രാപിച്ച് പുതിയ സൃഷ്ടിയായി തീർന്ന ദൈവജനം ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ സ്മരിക്കുന്നതിനും ആത്മീയ വിശ്രമം പ്രാപിക്കുന്നതിനുമായി ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ തിരഞ്ഞെടുത്ത് തികച്ചും ഉചിതം തന്നെ. ഈ സഭാ യോഗത്തിന് കൂടുവാൻ തക്കവണ്ണമുള്ള വലിയ സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇവിടെയില്ലായിരുന്നു. മാത്രമല്ല, ആ ചെറിയ സഭയിൽ ധനികരായി ആരുമില്ലായിരുന്നു എന്ന് വേണം കരുതുവാൻ. ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയുള്ള ഒരാളിൻ്റെ ഭവനത്തിൽ വെച്ചായിരിക്കും ഈ കൂട്ടായ്മ ആചരിക്കേണ്ടത്. സഭാംഗങ്ങളിൽ നല്ലൊരു പങ്ക് അടിമകളായിരുന്നു. കാരണം ആ സഭയിലെ ഒരു യുവ വിശ്വാസിയുടെ പേര് ഇവിടെ രേഖപ്പെടുത്തുന്നു, യൂത്തിക്കോസ്. ഒരു അടിമയുടെ പേരാണത്. നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചെതറിപ്പാർത്തിരുന്ന ഈ സാധു വിശ്വാസികൾ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ 3-ാം നിലയിലെ ഒരു കൊച്ചു മുറിയിലാണ് യോഗം വിളിച്ചു കൂട്ടിയത്. ഒരു വിശ്വാസിയും കുടുംബവും വാടകയ്ക്ക് താമസിക്കുന്ന വീട് എന്ന് തന്നെ പറയാം. പകലത്തെ ജോലി കഴിഞ്ഞാണ് ഈ സാധുക്കൾ അവിടെ ഒത്തുകൂടുന്നത്. ഓരോരുത്തരും ഓരോ ടോർച്ച്, അതായത് കത്തിച്ച ചെറുപന്തം കൊണ്ടുവന്നിട്ടുണ്ട്. ആ മുറിയിൽ അവർ അവിടെ ആ വിളക്കുകൾ വെച്ചു. ആളുകളുടെ തിങ്ങിക്കൂടൽ കൊണ്ടുണ്ടായ ചൂടും പന്തവിളക്കുകൾ വമിച്ച പുകയും കൊണ്ട് മുറിയിലെ അന്തരീക്ഷം കനം തൂങ്ങി നിൽക്കവേ പൗലോസ് ദൈവിക സത്യങ്ങളുടെ മർമ്മങ്ങൾ അനാവരണം ചെയ്യുകയായിരുന്നു. നാഴികകൾ നിമിഷങ്ങളായി കൊഴിഞ്ഞു വീഴുമ്പോൾ അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും ഒരു കിളിവാതിലിൽ അല്പം ശുദ്ധമായി ആസ്വദിച്ചിരുന്ന യൂത്തിക്കോസ് എന്ന യുവാവ് മെല്ലെ ഉറക്കം പിടിച്ചു. പകൽ മുഴുവൻ അധ്വാനിച്ചിട്ട് സഭായോഗത്തിന് വന്ന അയാൾ താമസിയാതെ ഗാഢനിദ്രയിലായി. പൗലോസിൻ്റെ പ്രസംഗത്തിൽ ശ്രദ്ധ മുഴുകി ഇരുന്നതിനാൽ ആരും ഈ നിദ്രാബാധിതനെ ശ്രദ്ധിച്ചതുമില്ല. പ്രസംഗം പെട്ടെന്ന് നിന്നു. കാരണം യൂത്തിക്കോസ് കിളിവാതിൽ നിന്ന് താഴേക്ക് വീണു എന്നുള്ളതാണ്. പിന്നെ അവിടെ ഉണ്ടായ തിരക്കും വിലാപവും കോലാഹലവും നമുക്ക് ചിന്തിക്കുന്നതിലപ്പുറമായി കഴിഞ്ഞു. ആളുകൾ താഴേക്ക് ഓടിയെത്തി. അവർ നോക്കിയപ്പോൾ യൂത്തിക്കോസ് മരിച്ചിരുന്നു. അവനെ മരിച്ചവനായി എടുത്തുകൊണ്ട് വന്നു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ പൗലോസിൻ്റെ ജീവിതത്തിലെ ഒരു ദുഃഖം അത് മറ്റൊരു വേദനയ്ക്കും കാരണമായി ഈ സന്ദർഭത്തെ മാറ്റി. എന്നാൽ ഈ സന്ദർഭം പൗലോസ് ഒട്ടും പാഴാക്കിയില്ല. വേഗത്തിൽ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി ആ മൃതശരീരത്തിന്മേൽ വീണ് തഴുകി. മഹാപ്രവാചകന്മാരായ ഏലിയാവും എലീശയും ഇത്തരം സന്ദർഭങ്ങളിൽ എന്താണോ ചെയ്തത് അതുപോലെ തന്നെ ഉടനെ ഫലവും ഉണ്ടായി. പൗലോസ് ആത്മധൈര്യത്തോടെ പറഞ്ഞു, ഭ്രമിക്കേണ്ട, അവൻ്റെ പ്രാണൻ അവനിലുണ്ട്. യൂത്തിക്കോസ് അല്പനേരം കൂടി മയങ്ങിക്കിടന്നു. 1-2 പേർ അവൻ്റെ സമീപത്ത് നിൽക്കുകയും ബാക്കിയുള്ളവർ വീണ്ടും മുറിയിൽ കൂടുകയും ചെയ്തു. പൗലോസ് പ്രസംഗം തുടരുകയായി. ദൈവത്തിലുള്ള വിശ്വാസവും ധൈര്യവും സ്വന്തമായി ഉണ്ടായിരിക്കുക, അത് മറ്റുള്ളവരിലേക്ക് കൂടി പ്രസരിപ്പിക്കുവാനുള്ള ധാർമ്മിക ശേഷി ഉണ്ടായിരിക്കുക. ഇങ്ങനെ പൗലോസിൻ്റെ വ്യക്തിവിശേഷങ്ങളിൽ ഉൾപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെയും. അല്ലെങ്കിൽ ഭ്രമിച്ചും ദുഃഖിച്ചും ഇരിക്കുന്ന ആ സാധുവൃന്ദം ഈ യോഗം തുടരുവാൻ അനുവദിക്കുമായിരുന്നില്ല. അവർ വേഗം അപ്പം നുറുക്കൽ ശുശ്രൂഷ ഇങ്ങനെ നടത്തി തീർത്തു. പിന്നെ പൗലോസിൻ്റെ പ്രഭാഷണം തുടർന്നു പുലർച്ചെ വരെ. ഈ ധീരമായ ദൈവവിശ്വാസം നിഷ്ഫലമായില്ല. അവർ ആ ബാലനെ ജീവനുള്ളവനായി കൊണ്ടുവന്ന് അത്യന്തം ആശ്വസിച്ചു. മരിച്ചുപോയ യൂത്തിക്കോസിനെ പൗലോസ് ഉയിർപ്പിച്ചതിനാൽ പൗലോസിൻ്റെ അപ്പോസ്തലവരങ്ങളും അധികാരങ്ങളും ഇവർക്കും ബോധ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് അടുത്ത ഭാഗത്തേക്ക് വരാം.